നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ വലിയ തിരിച്ചടികൾ ഉണ്ടാകാത്ത നേതാവാണ് പിണറായി വിജയൻ. കഴിഞ്ഞ 3 പതിറ്റാണ്ടോളമായി അദ്ദേഹം അജയ്യനായി മുന്നേറുകയാണ്. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. 2019 പൊതു തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും അതിന് ഉത്തരവാദി അദ്ദേഹം മാത്രമായിരുന്നില്ല. 2024 സ്ഥിതി അങ്ങനെയല്ല. ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനായിരിക്കും. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും പിന്നെ മകളും ഉണ്ടാക്കിവെച്ച വിവാദങ്ങൾ ഇടതുമുന്നണിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. അതിനെയൊക്കെ മറികടന്ന് മികച്ച വിജയം നേടിയാൽ തീർച്ചയായും അത് പിണറായി 2.0 ആയിരിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്ര പരാജയത്തിൽ നിന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി ഉയർത്തെണ്ണീറ്റയാളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് അങ്ങനെ എഴുതിത്തള്ളാനാകില്ല. എന്നിരുന്നാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിനും അറിയാം. പ്രചാരണത്തിന്റെ ഓരോ ദിവസവും പിന്നിടുമ്പോഴും മുന്നണിക്ക് തലവേദനകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസ് വിധി. പോലീസും പ്രോസിക്യൂഷനും വലിയ വീഴ്ച വരുത്തിയെന്നാണ് വിധിയിൽ പറയുന്നത്. ഇതോടെ പല മുസ്ലിം സംഘടനകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. RSSുമായി ഒത്തുകളിച്ചെന്നാണ് പ്രധാന ആരോപണം. കേസിൽ UAPA ചുമത്താൻ പിണറായി സമ്മതിച്ചില്ലെന്ന് ഷുക്കൂർ വക്കീൽ വെളിപ്പെടുത്തി. ഇനി ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി ഉണ്ടായാലും ഈ വിധി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. മറ്റൊന്ന് പൂഞ്ഞാർ സംഭവമാണ്. അവിടുത്തെ ക്രൈസ്തവ വൈദികനെ +2കാരായ ചില മുസ്ലിം വിദ്യാർത്ഥികൾ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം വലിയ വിവാദമായിരുന്നു. ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെതിരെ മാത്രം കേസെടുത്തതിനെതിരെ മുസ്ലിം മതപണ്ഡിതനായ ഹുസൈൻ മടവൂർ രംഗത്തെത്തിയിരുന്നു. അവിടെ നടന്നത് തെമ്മാടിത്തമാണെന്നും മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് വൈദികനെ ആക്രമിച്ചത് എന്നും മുഖ്യമന്ത്രി രേഖകൾ സഹിതം തിരിച്ചടിച്ചു. ഇത് സമസ്ത കാന്തപുരം വിഭാഗങ്ങളെ ചൊടിപ്പിച്ചു. അവരുടെ മുഖപത്രങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ മുഖപ്രസംഗം എഴുതി. എന്നിട്ടും മുഖ്യമന്ത്രി നിലപാട് തിരുത്താൻ തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് റിയാസ് മൗലവി കേസിന്റെ വിധി വന്നത്. ഇനി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ കടുത്ത സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളീയം, നവകേരള സദസ്സ്, മുഖാമുഖം തുടങ്ങിയ ധൂർത്തുകൾ ഉണ്ടാക്കിവെച്ച വാദങ്ങളും വിവാദങ്ങളും ആക്ഷേപങ്ങളും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനാകില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാതെയും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ നൽകാതെയുമാണ് ഈ ആഡംബരം കാണിച്ചു കൂട്ടിയത്. അതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ തെറിയഭിഷേകവും സൈബർ ആക്രമണവുമാണ് സഖാക്കൾ നടത്തിയത്. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി മന്ത്രിമാരുടെ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞ KSUക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. ഗവർണറെ തടഞ്ഞ SFIക്കാർക്ക് തലോടലും. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് SFIക്കാരാണെന്ന ആരോപണം ശക്തമാണ്. ഗവർണറുടെ ഇടപെടൽ കൊണ്ടാണ് പല തിരിമറികളും പാളിയത്. CBIക്ക് കേസ് വിട്ടിട്ട് പോലും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇടയ്ക്ക് ഹോസ്റ്റലിൽ എത്താറുണ്ടായിരുന്നുവെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ആരോപിച്ചിട്ടുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി ജയിക്കാതെ PGക്ക് അഡ്മിഷൻ ലഭിക്കുക, അങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് SFIക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ഇതിൽ പലതും ശരിയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട്. SFIക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച ഗഡ്മാനെയും പിണറായി ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്കെതിരെ കേസുകൾ എടുക്കുകയും രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതായത് തങ്ങൾക്കെതിരെ ആരും ശബ്ദിക്കരുതെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഭാര്യയ്ക്കും മകനുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് പലതവണ ഉന്നയിച്ചത്. അതിനോട് പ്രതികരിക്കാനോ നിയമ നടപടി സ്വീകരിക്കാനോ ഉള്ള ചങ്കൂറ്റം ഇരട്ടച്ചങ്കുണ്ടെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഉണ്ടായില്ല എന്നത് വലിയ നാണക്കേടാണ്. പൊതുപരിപാടികളിലും മറ്റും മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം പലപ്പോഴും വളരെ അരോചകമായി മാറിയിട്ടുണ്ട്. കാസർഗോഡും തിരുവനന്തപുരത്തും അടക്കം അത്തരം സംഭവങ്ങൾ ഉണ്ടായി. അവതാരകയ്ക്ക് നേരെ അദ്ദേഹം കയർത്ത് സംസാരിച്ചു. ഇതെല്ലാം പൊതുസമൂഹം കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെ പാർട്ടിക്കാരോട് കാണിച്ചോളൂ. മുഖ്യമന്ത്രിയായ പിണറായി വിജയനിൽ നിന്ന് ജനം അത് ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസും മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സൂപ്പർ മുഖ്യമന്ത്രി ചമയലും പാർട്ടിക്കുള്ളിൽ തന്നെ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. വീണയെ ആദ്യം പിന്തുണച്ച സംസ്ഥാന സെക്രട്ടറി പിന്നീട് മലക്കം മറിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും പ്രതികൂല രാഷ്ട്രീയ അവസ്ഥയാണ് പിണറായിക്കുള്ളത്. അതിനെ അദ്ദേഹം അതിജീവിച്ചാൽ പിണറായി ജൈത്രയാത്ര തുടരും. ഇല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് കാത്തിരുന്ന് കാണാം.
ചെയ്യുക.